ഹലോ ഹലോ ആ ആരാണ്? ചേച്ചി ഞാൻ മാലിനിയാണ്. ആ നീ മാലിന്യല്ലടി, നീ മാലിന്യോണ്ടി. എടി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നീ ഒരു ലൈക്ക് ചെയ്ത് എനിക്ക്, നീ ഷെയറോ ചെയ്യൂല. നിന്റെ ഭർത്താവില്ലേ, അവന്റെ ഇട്ട പോസ്റ്റിനൊക്കെ ഞാൻ എല്ലാ ദിവസവും ലൈക്ക് ചെയ്യാറില്ലേ? അയ്യോ ചേച്ചി, ഞാൻ വിളിച്ചതേ നാളെ എന്റെ മോന്റെ ബർത്ത്ഡേ ആണേ. അതിന് ഞാൻ എന്ത് വേണം? അപ്പൊ എനിക്കൊരു ആശംസ വീഡിയോ ചെയ്തു തരാമോ? ഞാൻ പണ്ടങ്ങാണ്ട് ഒരു ടിക്ടോക്ക് ചെയ്ത് വൈറലായെന്നും പറഞ്ഞ് നീ ഇപ്പോൾ അതിന്റെ പിന്നാലെ അടക്കാണ്. ആശംസ വീഡിയോ ചെയ്ത് എനിക്ക് തലക്ക് ഭ്രാന്തെടുത്ത്. ഇനി നീ എന്നോട് ചോദിക്കണ്ട, നീ വെച്ചിട്ട് പോടിയൊന്ന്. എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം ഞാൻ പറയണ്. എനിക്ക് ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ് ഉണ്ട്. ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വെറും 5 ലൈക്ക് ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഉപകാരമില്ലാത്ത എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ അൺഫ്രണ്ട് ചെയ്യണം. പറഞ്ഞില്ല എന്ന് വേണ്ട, ഒരു വീഡിയോയും കൂടി ഞാൻ ഫേസ്ബുക്കിൽ ഇടും. അത് വൈറലായില്ലെങ്കിൽ ഞാൻ ഈ ഫോൺ അങ്ങോട്ട് തല്ലിപ്പൊട്ടിക്കും. സൺഡേ മാത്രം ഹോളിഡേ, ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാസം ഹോളിഡേ, ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഡേ. അയ്യോ അയ്യോ മോനെ ഓടിവാടാ. എന്റെ തള്ള ഈ വയസ്സാം കാലത്ത് പാട്ട് പാടി ചാവാൻ പോണം. പറ്റിയ പണിക്ക് ചെയ്താ പോരെ. ഞാനൊന്ന് വയറിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ. ആദ്യം വിറയിലൊന്ന് മാറ്റി, എന്നിട്ട് പോരെ വയറില്. നീ എനിക്കൊരു 10 റുപ്യ തന്നാല്. എന്തിനാണ് 10 രൂപ? എനിക്കൊന്ന് മുറുക്കാൻ. ആഹാ, മുറുക്കാൻ 10 രൂപയുടെ ആവശ്യമില്ല, ഞാൻ മുറുക്കി തരാം. അമ്മേ, നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലടാ. നിനക്ക് എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല ഇപ്പൊ. സ്നേഹമില്ലെന്ന് പറയുന്നത്? നീ കഴിഞ്ഞ മാസം പെൻഷൻ കിട്ടിയപ്പോ നീ അല്ല എന്നോട് പറഞ്ഞത് എന്നെ കറക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്നെ കൊണ്ടുപോയാ? അപ്പൊ കറക്കാൻ കൊണ്ടുപോകാത്ത പ്രശ്നം. ഒന്നും പേടിക്കണെങ്കിൽ വന്നേ, ഞാൻ കറക്കി തരാന്ന്. അമ്മേ, എന്നെ കൊല്ലാൻ നോക്കല്ലടാ. അതെ, അമ്മനെ കൊല്ലാൻ പോണത് ഞാനല്ല, അമ്മയുടെ ആങ്ങളെ കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരുന്ന ഞായറാഴ്ചയല്ലേ. എന്റെ മാമനുണ്ടല്ലോ, അയാള് വന്നാലുള്ള സ്ഥിതി അറിയാലോ. കൊറേ നാളായി ഞാൻ അവനെ കണ്ടിട്ട്. അവനെ കണ്ടിട്ട് അയാള് വന്നാലേ നമുക്ക് 2 മാസത്തേക്ക് കഴിക്കാനുള്ള അരി സാധനങ്ങളും 2 ദിവസം കൊണ്ട് തീരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും ഉപായം പറഞ്ഞ അയാളെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ നമ്മ മുടിഞ്ഞ് പട്ടിണിന്ന് ചത്തുകൂട്ടമ്മേ. എടാ കാലപാടാ, നിനക്കല്ലടാ കുരുട്ട് ബുദ്ധിയുള്ളത്. നീ അതെന്തെങ്കിലും എടുത്ത് ഉപയോഗിക്ക്. ഞാനിപ്പോ ആലോചിച്ചിട്ടേ എന്റെ മനസ്സിൽ ആകെ ഒരു ബുദ്ധിയാണ് വരുന്നത്. എന്താണ്? പക്ഷെ അത് വർക്കൗട്ട് ആവണം. അത് നീ പറ. അതായത് ഇപ്പൊ കൊറോണയുടെ കാലഘട്ടം അല്ലേ. മാമൻ വന്ന് അവിടെ എത്തുമ്പോ തന്നെ നമുക്ക് പറയാം, നമുക്ക് 2 ആൾക്കും കൊറോണ പോസിറ്റീവ് വന്ന് അങ്ങോട്ട് വെച്ച് കാച്ചാം. അപ്പൊ അവൻ തിരിച്ചു ചോദിക്കുള്ളൂ. പിന്നെ കൊറോണ എന്ന് കേട്ട് കഴിഞ്ഞാൽ മാമൻ ഒട്ടോടെ പിന്നെ 2 മാസം ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട, രക്ഷപ്പെട്ടില്ലേ. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഈ കൊറോണ എന്ന് പറയുമ്പോണ്ടല്ല, അതിന് സിംറ്റംസ് വേണം. അമ്മ പോയി സിമെന്റ് മേടിച്ചിട്ട് വരാൻ. അമ്മ സിമെന്റ് അല്ല, സിംറ്റംസ് ലക്ഷണം ഉണ്ടെങ്കിലാണ് മാമൻ വിശ്വസിക്കുള്ളൂ. കൊറോണയെന്ന് നമുക്ക് തോന്നണ്ടേ. സാധാരണ ഒരു കൊറോണ ഉള്ള ആൾക്ക് നല്ല ചുമയുണ്ടാവും, നല്ല ശ്വാസം മുട്ടലുണ്ടാവും. അപ്പൊ അത് അമ്മ നന്നായിട്ട് അഭിനയിച്ചാൽ മാത്രം മാമൻ വിശ്വസിക്കുള്ളൂ. അതൊക്കെ ഞാൻ തകർത്തേക്കാം. എന്ത് തകർക്കട? ഞാനൊന്ന് കാണട്ടെ, അമ്മ ഒന്ന് ചുമ ഒന്ന് അഭിനയിച്ചേ. എന്റെ തള്ളെ ബുള്ളറ്റ് ഓടിക്കാനല്ല പറഞ്ഞത്, ഒരു ശ്വാസം മുട്ടലൊക്കെ വേണം കൊറോണയാണ്. അത് കാണിച്ചേ. ഇത് സൂപ്പറാണ്ടോ, കിടുക്കാച്ച അമ്മനെ. ഇത് മാമന ഓടും, അടിപൊളി, സൂപ്പറായിട്ടമ്മേ. ഇവിടെ അമ്മയായിരുന്നു, അടിപൊളിയാണെന്ന്. ശരിക്കും ശ്വാസം കിട്ടല്ലേ അമ്മേ? ഈ സമയത്തൊക്കെ നമുക്ക് ഡോക്ടർമാരൊരു കാര്യം പറഞ്ഞത്, ഇങ്ങനെ ശ്വാസം കിട്ടാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഈ 2 കൈ ഇങ്ങനെ നീർത്തി പിടിക്കണം. നീർത്തി പിടിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഇരിക്കണം. എന്റെ തൊള്ള കളവനെ ഓടിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു കാര്യം ചെയ്യാം, മാമൻ വരുമ്പോ ഞാൻ ആക്ഷൻ പറയാം. ആ സമയത്ത് അങ്ങ് അഭിനയിച്ച് അങ്ങ് വാരി വിതറി ചുമയും ശ്വാസം മുട്ടൊക്കെ അങ്ങ് അഭിനയിച്ച് തകർക്ക്. അതൊക്കെ ഞാൻ തകർത്ത. എന്നാലും അയാൾ പോളൂട്ടാ, അല്ലെങ്കിൽ നമ്മൾ മുടിഞ്ഞു പോകും. മാമൻ വന്നിട്ടുണ്ട്. ചേച്ചിക്ക് പാടില്ലടാ, ഇങ്ങോട്ട് വരണ്ട. ചേച്ചിക്ക് പാടില്ലടാ. മാമ അവിടെ നിക്ക്. ചെറിയൊരു പ്രശ്നമുണ്ട്. അമ്മക്ക് തീരെ വയ്യല്ലോ. ഞങ്ങൾ ഇന്നലെ ടെസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് 2 ആൾക്കും കൊറോണ പോസിറ്റീവാ. ചേച്ചിക്ക് പാടില്ലടവല്ലേ, ചേച്ചിക്ക് പാടില്ല. ചാവോടാ, ചേച്ചി ചത്തോടവല്ല. മാമൻ എന്താ തലയ്ക്ക് വല്ല പ്രാന്തുണ്ടോ? എനിക്ക് അമ്മയ്ക്ക് കൊറോണ പോസിറ്റീവ് എന്ന് പറഞ്ഞ് മാമൻ ഞങ്ങൾ ഉമ്മ വെച്ച മാമനും പോസിറ്റീവ് ആവില്ലേ? ഞാൻ അത്രയ്ക്ക് പൊട്ടനല്ല, ഞാനിപ്പോ പോസിറ്റീവാണ്. ക്വാറന്റൈനിൽ ഇരിക്കുന്നു നോക്കിട്ട് നിക്കണേ. അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവ് അല്ലേ? ഇനി നമുക്ക് ഒരുമിച്ചിരിക്കാലോ. എടാ ചോറ് വിളമ്പടാ.